അപ്പം ഈ അപകടത്തിൽപ്പെട്ട ഒരാൾ, ആ ബസ്സിലുണ്ടായിരുന്ന ഒരാൾ നമ്മളൊപ്പം ഉണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടം ഏകദേശം കുണ്ട്രച്ചോല പാലം കഴിഞ്ഞ ഉടനെ വണ്ടി അമിത സ്പീഡിലായപ്പോൾ കണ്ടക്ടറും ഞങ്ങൾ യാത്രക്കാരെ കൂടി വെച്ചിട്ട് ചോദിച്ചു, എന്താ ബസ് അമിത വേഗത്തിലുള്ള പോള് തുറപ്പോൾ ഡ്രൈവർ ഉടൻ തന്നെ വിളിച്ച് വിവരം അറിയിച്ചു. വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. എല്ലാവരും വളരെ ശ്രദ്ധയോടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ടമാനം യാത്രക്കാരുണ്ട്, 10-70ഓളം യാത്രക്കാർ വണ്ടിക്കകത്ത്, ലേഡീസും പുരുഷന്മാരെല്ലാം. കണ്ടക്ടറും ഞങ്ങളെല്ലാവരും അടുത്തുനിന്ന് ഒച്ചയിട്ട് കിട്ടും. ഡ്രൈവറുടെ കഴിവിൻ്റെ പരമാവധി വാഹനം ഒരു ഭാഗത്തേക്ക് ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും വാഹനം ഇറക്കത്തിൽ ഒന്നുകൂടി വേഗത കൂടിയപ്പോൾ ഡ്രൈവറുടെ ഒരു കഴിവ് കൊണ്ടും നല്ലൊരു തീരുമാനത്തിൽ അദ്ദേഹം ഒരു കലുങ്കിലും തേക്ക് മരത്തിൽ കൊണ്ട് ഇടിച്ച് വണ്ടി മറിയുകയും ചെയ്തു. തേക്ക് മരത്തിൽ ഇടിച്ച് മറിയുകയും ആ അവസ്ഥ അവിടെ തന്നെ വെച്ച് ഒരു സ്ത്രീ തൊഴിലാളി ഫാമിൽ പണിയെടുക്കുന്ന ജയന്തി പറഞ്ഞ ഒരു സ്ത്രീ മരണപ്പെടുകയും മറ്റുള്ളവരുടെ പോത്തുണ്ടിൻ്റെ നെന്മാറെന്നുള്ള വാഹനങ്ങളും ആംബുലൻസ് എത്തിച്ച് പോലീസുകാരുടെ സൗകര്യം, പഞ്ചായത്ത് വാർഡ് മെമ്പർമാരുടെയും സ്ഥല MLA-യുടെയൊക്കെ ഇടപെടലിലും രാഷ്ട്രീയ പ്രവർത്തകരുടെയും നെല്ലിയാമ്പതി ടാക്സിക്കാരുടെയും നെല്ലിയാമ്പതി രാഷ്ട്രീയക്കാരുടെയും എല്ലാം സജീവമായ ഇടപെടൽ കൊണ്ട് പരമാവധി പേഷ്യൻസിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ഇവിടെ വേണ്ടുള്ള ചികിത്സകൾ നൽകി പുറത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഞാൻ നെന്മാറയ്ക്ക് വരികയായിരുന്നു. പാലക്കാട് നിന്ന് പാർട്ടിയുടെ ഒരു കൺസൾട്ടേഷൻ ഉണ്ട്, ജില്ലാ ലേബർ ഓഫീസറുടെ ഒരു കൺസൾട്ടേഷൻ്റെ യൂണിയൻ്റെ പരിപാടിക്ക് ഒരു AITC യൂണിയൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരെ കൂടി ഞങ്ങൾ പാലക്കാട് കൺസൾട്ടേഷൻ പോണ സമയത്താണ് ഈ സംഭവം ഉണ്ടായത്.